മക്കളെ, എന്തൊക്കെ വിശേഷം? മക്കൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഞായറാഴ്ച ആയിട്ട് ഈ മാസം എന്താണ് വീഡിയോ ആയിട്ട് വന്നേക്കണമെന്നല്ലേ മക്കളെ. അപ്പോൾ നമ്മൾ മാത്സിൽ നമുക്ക് ഇനി ഒരു ചെറിയ പാഠം കൂടി തീർക്കാറുണ്ട് അല്ലേ. ആ പാഠത്തിൻ്റെ പേര് 11ാമത്തെ പാഠമാണ്, ചാപ്റ്റർ 11, കൗണ്ട് ആൻഡ് അറേഞ്ച് എന്നാണ് കേട്ടോ. കൗണ്ട് ആൻഡ് അറേഞ്ച്, അതായത് എണ്ണാം അടുക്കി വെക്കാം, അതാണ് നമ്മുടെ പാഠം. ചെറിയ പാഠമാണ്, മക്കൾക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള പാഠമാണ്. കാരണം നമ്മളിതിന് മുന്നേ ഉള്ള ടഫായിട്ടുള്ള പാഠമൊക്കെ നമ്മൾ വളരെ സുഖമായിട്ട് നമ്മൾ തീർത്തു അല്ലേ. മക്കൾ മാഷ് ചോദ്യം ചോദിക്കുമ്പോൾ ക്ലാസ്സിൽ നിന്ന് തന്നെ എല്ലാം ഉത്തരമൊക്കെ പറഞ്ഞ് സൂപ്പറായിട്ട് ഒക്കെ ചെയ്തു അല്ലേ. ബോയ്സാണ് മാത്സിൽ കുറച്ചും കൂടി ഉഷാറെന്ന് തോന്നുന്നു അല്ലേ, ചുമ്മാ പറഞ്ഞാൽ അല്ലേ. രണ്ടുപേരും ബോയ്സും ഗേൾസും ഒക്കെ ഉഷാറാണ്. നമ്മളൊക്കെ അതൊക്കെ എന്താ പറയുക, അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് ഇനി തീർക്കാനുള്ളത് ഈ ഒരു ചെറിയ പാഠമാണ്. അപ്പോൾ മാഷ് വീഡിയോ ആയിട്ട് ഗ്രൂപ്പിൽ ഇന്ന് തന്നെ ഇടും. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെയും മാർക്ക് ബുക്കിലെയും കുഞ്ഞു കുഞ്ഞു ആക്ടിവിറ്റീസൊക്കെ മാഷിടും. അതൊക്കെ മാഷിട്ടതിന് ശേഷം മക്കൾ ആ പുസ്തകം തുറന്ന് ആ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുക. മക്കൾക്ക് തന്നെ ചെയ്യാം, ഭയങ്കര സിമ്പിളായിട്ടുള്ള പാഠമാണ് കേട്ടോ. അപ്പോൾ ചെയ്യുക കേട്ടോ. ചെയ്ത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൊവ്വാഴ്ച മുതൽ നമുക്ക് റിവിഷൻ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ അല്ലേ, റെഡി അല്ലേ മക്കളെ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കൗണ്ട് ആൻഡ് അറേഞ്ച് എന്നാണ് കേട്ടോ. അതായത് എണ്ണാം അടുക്കി വയ്ക്കാം എന്നാണ് കേട്ടോ. നമുക്ക് നോക്കാം, ചെറിയ പാടാണ് കേട്ടോ മക്കളെ. നമുക്ക് അപ്പോൾ തുടങ്ങാം കേട്ടോ. മക്കൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ ഫസ്റ്റ് നോക്കി, കൗണ്ട് ആൻഡ് റൈറ്റ് എന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. അതായത് എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അല്ലേ. നമുക്ക് നോക്കാം. അൻവിത് ആൻഡ് ഫ്രണ്ട്സ് അറേഞ്ച്ഡ് സം ഒബ്ജെക്ട്സ് ആസ് ഷോൺ ബിലോ. അതായത് മക്കളെ, അൻവിതും കൂട്ടുകാരും ചില സാധനങ്ങൾ നിരത്തി വെച്ചിരിക്കുന്ന ചിത്രം നോക്കൂ. നിങ്ങളെപ്പോലത്തെ കുറച്ച് കൂട്ടുകാരാണ് കേട്ടോ. അൻവിതും ഉണ്ട്, അവൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. അവർ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ സാധനങ്ങളാണ് നോക്കി മക്കളെ? ഏതൊക്കെയുള്ളത്? പെൻസിലുണ്ട്, എറൈസറുണ്ട്, റൂളറുണ്ട്. റൂളർ എന്ന് പറഞ്ഞാൽ എന്താ? സ്കെയിലാണ് കേട്ടോ. റൂളറുണ്ട്, പിന്നെ ഷാർപ്പ്നർ ഉണ്ട്. ഷാർപ്പ്നർ എന്ന് പറഞ്ഞാൽ എന്താ? കട്ടർ അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഈ ഓരോ എണ്ണവും, അതായത് ഇതിൻ്റെ ഓരോന്നും നമ്മൾ എണ്ണി നോക്കിയിട്ട് എഴുതണം. നമുക്ക് എഴുതി നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് ഒബ്ജക്റ്റ് ഇൻ ദ ബോക്സസ് ബിലോ. അതായത് ഓരോന്നിൻ്റെയും എണ്ണം കളത്തിൽ എഴുതാനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഫസ്റ്റ് ചിത്രത്തിൽ ഏതാ ഉള്ളത്? ഷാർപ്പ്നറാണ് ഉള്ളത് അല്ലേ. അതായത് കട്ടർ. എത്ര ഉണ്ട്? കൗണ്ട് ചെയ്ത് നോക്ക്, എത്ര ഉണ്ട്? ആ റെഡ് കളറുള്ളത് എത്ര ഉണ്ട്? യെസ്, വെരി ഗുഡ്, ഒരെണ്ണം അല്ലേ, 1. അപ്പോൾ നമ്മൾ അവിടെ 1 എന്ന് എഴുതണം കേട്ടോ. എഴുതിക്കോളൂ, 1 എന്ന് എഴുതിക്കോളൂ. ഓക്കെ, അടുത്തത് എറൈസർ. എത്ര ഉണ്ട്? 1, 2, 3, 3 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എറൈസറിൻ്റെ ബോക്സിൽ എത്ര എഴുതണം? 3 എന്ന് എഴുതണം കേട്ടോ. എഴുതിക്കോളൂ, 3 എന്ന് എഴുതിക്കോളൂ. അടുത്തത് റൂളർ എന്ന് പറഞ്ഞാൽ സ്കെയിലാണ് കേട്ടോ. സ്കെയിൽ എത്ര ഉണ്ട്? എണ്ണി നോക്കി. 1, 2, 3, 4, 4 ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ സ്കെയിലിൻ്റെ റൂളറിൻ്റെ ബോക്സിൽ 4 എന്ന് എഴുതണം കേട്ടോ. സിമ്പിൾ അല്ലേ? ഓക്കെ, ലാസ്റ്റ് വൺ പെൻസിൽ എത്ര ഉണ്ട്? എണ്ണി നോക്കി, കൗണ്ട് ചെയ്ത് നോക്ക്. ഹൗ മെനി പെൻസിൽസ് ആർ ദർ? എണ്ണി നോക്ക്, കൗണ്ട് ചെയ്ത് നോക്ക്. 1, 2, 3, 4, 5 അല്ലേ. 5, 5 ഉണ്ട് അല്ലേ. അപ്പോൾ എഴുതിക്കോളൂ, 5 എഴുതിക്കോളൂ. 5, ആ ബോക്സിൽ 5 എന്ന് എഴുതണം കേട്ടോ. അടുത്തിലേക്ക് പോകാം. അടുത്തിൽ മാഷ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരം പറയണം കേട്ടോ. റൈറ്റ് ദ ആൻസർ എന്നാണ് പറഞ്ഞേക്കണം കേട്ടോ. അതായത് നിങ്ങളോട് ഉത്തരം പറയാനാണ് പറഞ്ഞേക്കണേ. നമുക്ക് നോക്കാം. വിച്ച് ഒബ്ജക്റ്റ് ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ ദാൻ ഓൾ ദ അതേഴ്സ്? വിച്ച് ഒബ്ജക്റ്റ് ഈസ് ദ ലീസ്റ്റ് ഇൻ നമ്പർ ദാൻ ഓൾ ദ അതേഴ്സ്? അതായത് ഈ വസ്തുക്കളിൽ, അതായത് ഈ ഒബ്ജക്ട്സിൽ മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എണ്ണം കുറഞ്ഞതേതാണ്? മറ്റ് ഒബ്ജക്ട്സിനെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും എണ്ണം കുറഞ്ഞത് ഇതിൽ ഏതാണ്? മക്കൾ പറയും, ഇതിൽ ഏറ്റവും എണ്ണം കുറഞ്ഞ ഒബ്ജക്റ്റ് ഏതാ? യെസ്, വെരി ഗുഡ്, ഷാർപ്പ്നർ ആണല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഷാർപ്പ്നർ എന്ന് എഴുതണം കേട്ടോ. എഴുതിക്കോളൂ,
ഫസ്റ്റ് ബോക്സിൽ ഷാർപ്പ്നർ എന്ന് എഴുതണം കേട്ടോ. ഷാർപ്പ്നർ സ്പെല്ലിംഗ് എന്താ? SHARPENER അല്ലേ? എഴുതിക്കോളൂ. അടുത്ത് ചോദിക്കട്ടെ, മാഷി ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നോക്കാം. വിച്ച് ഈസ് മോർ ഇൻ നമ്പർ ദാൻ ആൾ ദ അതേഴ്സ്? അതായത് നമ്മളിപ്പോൾ ഏറ്റവും എണ്ണം കുറഞ്ഞതാണ് എഴുതിയത് അല്ലേ. ഇനി ഏറ്റവും എണ്ണം കൂടുതൽ ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒബ്ജക്ട്സിൽ ഏറ്റവും എണ്ണം കൂടുതലുള്ളത് ഏതാണ്? ഏതാ? എറേസറാണോ? ആണോ? റൂളറാണോ? ഏതാ? എണ്ണി നോക്ക്. ഏറ്റവും കൂടുതൽ ഏതാ? 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 യെസ്, ഏതാ? പെൻസിലാണ് അല്ലേ. എത്ര ഉണ്ട്? 1 2 3 4 5 അല്ലേ. 5 ഉണ്ട് അല്ലേ. 5 പെൻസിലുണ്ട്. അപ്പോൾ ഏറ്റവും എണ്ണം കൂടുതൽ ഏതാ? പെൻസിൽ. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ പെൻസിൽ എന്ന് എഴുതും കേട്ടോ. പെൻസിൽ എങ്ങനെ എഴുതുക? PENCIL, പെൻസിൽ. ഓക്കെ. അടുത്ത് പറയട്ടെ. ഹൗ മെനി പെൻസിൽസ് ആർ മോർ ദാൻ ഷാർപ്പ്നേഴ്സ്? അതായത് കട്ടറിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പെൻസിലിൻ്റെ എണ്ണം? കട്ടറിനേക്കാൾ എത്ര എണ്ണം കൂടുതലാണ് പെൻസിലിൻ്റെ എണ്ണം? അത് നോക്കാൻ എന്താ എളുപ്പവഴി? എന്താ? എത്ര പെൻസിലുണ്ട് മക്കളെ? എത്ര പെൻസിലുണ്ട്? നമുക്ക് 5 പെൻസിലുണ്ട് അല്ലേ. 5 പെൻസിൽ. എന്നാലോ കട്ടർ എത്ര ഉണ്ട്? ആകെ 1 ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ 5 നിന്ന് നമ്മൾ 1 കുറക്കും. അപ്പോൾ 5 നിന്ന് 1 മൈനസ് ചെയ്താൽ എത്രയാവും? 5 - 1 = എത്രയാ? 4. യെസ്, വെരി ഗുഡ്. 5 നിന്ന് 1 പോയാൽ 4, 4. അപ്പോൾ എത്ര നമ്മൾ എഴുതണ്ടേ അവിടെ? പെൻസിലിൻ്റെ എണ്ണം എത്ര എഴുതണം? 4. 4 എണ്ണം കൂടുതലാണ് അല്ലേ. അപ്പോൾ എഴുതിക്കോളൂ 4, 4. ആ ബോക്സിൽ നമ്മൾ 4 എന്ന് എഴുതും. അടുത്തത്, ഹൗ മെനി എറേസേഴ്സ് ആർ ലെസ് ദാൻ റൂളേഴ്സ്? അതായത് സ്കെയിലിനേക്കാൾ എത്ര എണ്ണം കുറവാണ് റബ്ബറിൻ്റെ എണ്ണം? സ്കെയിലിനേക്കാൾ എത്ര എണ്ണം കുറവാണ് റബ്ബറിൻ്റെ എണ്ണം? അത് കാണാനും എളുപ്പമല്ലേ. സ്കെയിൽ എത്ര ഉണ്ട് അവിടെ? എത്ര ഉണ്ട്? റൂളർ എത്ര ഉണ്ട്? 4 ഉണ്ട് അല്ലേ. 4 ഉണ്ട്. 4 മൈനസ് റബ്ബർ എത്ര ഉണ്ട്? എറേസർ എത്ര ഉണ്ട്? 3 ആണ് അല്ലേ. 4 മൈനസ് 3. 4 നിന്ന് 3 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1. അപ്പോൾ ആൻസർ ഈസ് 1. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ 1 എഴുതി കേട്ടോ. മക്കളെ, നമുക്ക് അടുത്തിലേക്ക് പോയി നോക്കാം അല്ലേ. ഓക്കെ, ആ പിക്ചറിൽ എന്താ ഉള്ളത്? പിക്ചറിൽ ഒരു സ്കൂളുണ്ട്, പിന്നെ ഒരുപാട് വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. കുറേ വെഹിക്കിൾസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം കേട്ടോ. എ മീറ്റിംഗ് ഇൻ അൻവിത് സ്കൂൾ. ദേ കൗണ്ടഡ് ദ വെഹിക്കിൾസ് പാർക്ക്ഡ് ഔട്ട്സൈഡ്. അൻവിതിൻ്റെ സ്കൂളിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങൾ അവർ എണ്ണി നോക്കി. ദേ കൗണ്ടഡ് ദ വെഹിക്കിൾസ് പാർക്ക്ഡ് ഔട്ട്സൈഡ്. സ്കൂളിൻ്റെ പുറത്ത് നിർത്തിയിട്ട വെഹിക്കിൾസൊക്കെ അവർ എണ്ണി നോക്കുകയാണ്. ഇപ്പോൾ മാഷിൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ റോട്ടിൽ കൂടെ വണ്ടികൾ പോകുമ്പോൾ മാഷിൻ്റെ കൂട്ടുകാരൊക്കെ ഒരു കളി കളിക്കും. അതായത് മാഷ് ഓട്ടോറിക്ഷയാവും, മാഷിൻ്റെ കൂട്ടുകാരൻ ബസ്സാവും, മറ്റു കൂട്ടുകാരൻ ബൈക്കാവും. എന്നിട്ട് റോട്ടിലൂടെ കുറേ ഓട്ടോറിക്ഷകൾ ഇങ്ങനെ പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകുമ്പോൾ മാഷ് എണ്ണും 1, അടുത്ത ഓട്ടോറിക്ഷ പോകുമ്പോൾ 2, അങ്ങനെ കൂട്ടുകാരൻ ബസ് പോകുമ്പോൾ ബസ് എണ്ണും, മറ്റേ കൂട്ടുകാരനോ ബൈക്ക് പോകുമ്പോൾ ബൈക്ക് എണ്ണും. എന്നിട്ട് ലാസ്റ്റ് ഏറ്റവും കൂടുതൽ എണ്ണം കിട്ടുന്നത് ആരാണോ അയാൾ ആ ഗെയിമിൽ ജയിക്കും. അതുപോലെ നമ്മൾ അൻവിതും അവൻ്റെ കൂട്ടുകാരൊക്കെ ഇതേപോലെ എണ്ണി നോക്കുകയാണ്. നമുക്ക് നോക്കാം. സീ ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ നമ്പർ ഓഫ് ഈച്ച് വെഹിക്കിൾ. അതായത് ചിത്രം നോക്കിയിട്ട് ഓരോ വാഹനങ്ങളുടെ എണ്ണം എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ചിത്രം സിമ്പിളല്ലേ. ഈ ചിത്രം നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ നോക്കാം. കാർ ഫസ്റ്റ് ഏതാ? കാർ എത്ര ഉണ്ട്? എണ്ണി നോക്കി. നമുക്ക് ഭയങ്കര കാറിൻ്റെ കമ്പക്കാരല്ലേ ബോയ്സ്. എണ്ണി നോക്ക്. കാർ എത്ര ഉണ്ട്? 1 2 3. യെസ്, വെരി ഗുഡ്. എത്രയാ? 3. അപ്പോൾ നമ്മൾ ആ ബോക്സിൽ 3 എന്ന് എഴുതും കേട്ടോ.
അടുത്തത് ഓട്ടോറിക്ഷ. ഓട്ടോറിക്ഷ എത്ര ഉണ്ട് പറയും? തന്നുണ്ട് 1 2, ഓൺലി 2 അല്ലേ? അപ്പോൾ നമ്മൾ ആ ബോക്സിൽ 2 എന്ന് എഴുതണം കേട്ടോ. അടുത്തത് ട്രൈസൈക്കിൾ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലേ? ഈ ട്രൈസൈക്കിൾ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ 3 ചക്രമുള്ള സൈക്കിൾ പോലത്തെ അല്ലേ? സൈക്കിൾ റിക്ഷ എന്നാണ് അതിന് പറയുക കേട്ടോ. അത് എത്ര ഉണ്ട്? നമ്മുടെ നാട്ടിലൊക്കെ കുറവാണ്. ഈ നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഉണ്ട് കൂടുതലായിട്ട് കേട്ടോ. നമ്മളിവിടെയൊക്കെ കുറവാണ്. അപ്പോൾ എത്ര ഉണ്ട്? ട്രൈസൈക്കിൾ എത്ര ഉണ്ട്? ആകെ 1 ഉള്ളൂ അല്ലേ? ഓൺലി 1. അപ്പോൾ നമ്മൾ ട്രൈസൈക്കിളിൻ്റെ അവിടെ ബോക്സിൽ 1 എഴുതണം കേട്ടോ. എഴുതിക്കോ 1. ദെൻ നെക്സ്റ്റ് ഏതാ? ബൈസൈക്കിൾ. ബൈസൈക്കിൾ നിങ്ങളുടെ ഫേവറേറ്റ്. ബൈസൈക്കിൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലേ? 6. അപ്പോൾ ആ ബോക്സിൽ 6 എഴുതുന്നത്. അടുത്തത് സ്കൂട്ടർ. സ്കൂട്ടർ എത്ര ഉണ്ട് നോക്കിയേ, കൗണ്ട് ചെയ്യും. 1 2 3 4 5 അല്ലേ? 5. അപ്പോൾ സ്കൂട്ടർ 5 ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കൂട്ടറിൻ്റെ ബോക്സിൽ 5 എന്ന് എഴുതും. അടുത്തതോ സ്കൂൾ ബസ്. ഇല്ല അല്ലേ? ബസ്. ബസ് എത്ര ഉണ്ട്? നമ്മൾ സ്കൂളത്തെ ബസ്സിൻ്റെ പോലെ തന്നെ അവിടെ ആകെ 2 ഉള്ളൂ അല്ലേ? അപ്പോൾ 1 2 2, ഓൺലി 2 എന്ന് എഴുതും കേട്ടോ. ഇനി ചെറിയ ചോദ്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. മാഷി പറയുമ്പോൾ നിങ്ങൾ ഉത്തരം വിളിച്ച് പറയും, എനിക്കറിയാം. വിച്ച് വെഹിക്കിൾ ഈസ് മോർ ഇൻ നമ്പർ? കൂടുതൽ എണ്ണമുള്ള വാഹനം ഏതാണ്? കൂടുതൽ എണ്ണമുള്ള വെഹിക്കിൾ ഏതാ? ഏതാ ഏതാ പറയൂ? ഏതാ? സൈക്കിളാണ് അല്ലേ? അപ്പോൾ അവിടെ ബൈസൈക്കിൾ എന്ന് എഴുതണം കേട്ടോ. എഴുതിക്കോളൂ, ബൈസൈക്കിൾ എന്ന് എഴുതിക്കോളൂ. സിമ്പിൾ അല്ലേ? യെസ്. അടുത്ത ചോദിക്കുകയാണ്, വിച്ച് ഈസ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവ് ഏതാണെന്ന്? ഏറ്റവും കുറവുള്ള വെഹിക്കിൾ ഏതാ? ഏറ്റവും കുറവുള്ള വെഹിക്കിൾ ഏതാ? ഏതാ പറയേ? യെസ്, ട്രൈസൈക്കിൾ. എഴുതിക്കോ. ആകെ 1 ഉള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ട്രൈസൈക്കിളാണ് ഏറ്റവും കുറവുള്ള വെഹിക്കിൾ. ലാസ്റ്റ് ക്വസ്റ്റിന്, ഹൗ മെനി വെഹിക്കിൾസ് ആർ ദർ ഇൻ ഓൾ? അതായത് ചിത്രത്തിൽ എത്ര വാഹനങ്ങളുണ്ട്? അപ്പോൾ എല്ലാ വാഹനങ്ങളും കൂട്ടി നോക്കണം. ടോട്ടൽ എത്ര വെഹിക്കിൾസ് ഉണ്ട്? ഹൗ മെനി വെഹിക്കിൾസ് ആർ ദർ ഇൻ ഓൾ? ടോട്ടലായിട്ട് ഇതിൽ എത്ര വെഹിക്കിൾസ് ഉണ്ട് എന്ന് എണ്ണി നോക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൗണ്ട് ചെയ്ത് എണ്ണി നോക്കാം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എഴുതിയില്ലേ, കാറ്, ഓട്ടോറിക്ഷ, ട്രൈസൈക്കിൾ, ബൈസൈക്കിൾ, സ്കൂട്ടർ, ബസ്സൊക്കെ എഴുതിയില്ലേ, അത് കൂട്ടി നോക്കാം. ആദ്യം കാറ് 3 ഉണ്ട്. പിന്നെ ഏതാണുള്ളത്? ബസ് ഓട്ടോറിക്ഷ 2 ഉണ്ട്. ട്രൈസൈക്കിൾ 1 ഉണ്ട്. പിന്നെ ബൈസൈക്കിൾ 6 ഉണ്ട്. സ്കൂട്ടർ 5 ഉണ്ട്. ബസ് 2 ഉണ്ട്. അപ്പോൾ എല്ലാം കൂടി കൂട്ടി നോക്കാം. 3 3 + 2 5 5 + 1 6 അല്ലേ? 6 + 6 12 12 + 5 17 17 + 2 എത്രയാ? 19. ആൻസർ ഈസ് 19. 19 എഴുതേണ്ടത് അല്ലേ? നിങ്ങൾ കൂട്ടി നോക്കിയിട്ട് നമുക്ക് എഴുതാം. നിങ്ങൾക്ക് തന്നെ കുട്ടിയൊക്കെ എഴുതാൻ വയ്ക്കും. അല്ലെങ്കിൽ കൗണ്ട് ചെയ്താലും നമുക്ക് കിട്ടും കേട്ടോ. ഓരോന്ന് ചിത്രം ഇങ്ങനെ എണ്ണി അവന് കുറേ സമയമാണ് അല്ലേ? എണ്ണി നോക്കിയാലും കിട്ടും. അപ്പോൾ എത്രയാണ് നമുക്ക് ഉത്തരം? 19. ഓക്കെ മക്കളെ, അടുത്തിലേക്ക് പോയാലോ? അടുത്തും സിമ്പിളാണ് കേട്ടോ. പോവാം. അൻവിത് ആൻഡ് ഫ്രണ്ട്സ് went to the pre-primary class. They counted the toys in the shelf. അതായത് അൻവിതും കൂട്ടുകാരും പ്രൈമറി ക്ലാസ്സിൽ പോയി. എന്നിട്ടോ അലമാരയിലെ കളിപ്പാട്ടങ്ങൾ എണ്ണി നോക്കി. ദേ കൗണ്ടഡ് ദ ടോയ്സ് ഇൻ ദ ഷെൽഫ്. ആ ഷെൽഫിനുള്ളിലെ കളിപ്പാട്ടങ്ങളൊക്കെ, ടോയ്സൊക്കെ അവരെണ്ണി നോക്കി. നിങ്ങളെപ്പോലെ തന്നെ മിടുക്കന്മാരായ കുട്ടികളാണ് അല്ലേ? അപ്പോൾ മിടുക്കന്മാരും മിടുക്കത്തികളൊക്കെ ഉണ്ട് അല്ലേ? മിടുക്കത്തികളായ കുട്ടികളാണ്. അപ്പോൾ അവരിത് എണ്ണി നോക്കി. അപ്പോൾ ഇതും എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് അല്ലേ? റൈറ്റ് ദ നമ്പർ ഓഫ് ടോയ്സ്. കളിപ്പാട്ടങ്ങളുടെ എണ്ണം എഴുതുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എണ്ണി നോക്കാം. ഫസ്റ്റ് കാർ എത്ര ഉണ്ട്? എണ്ണി കൗണ്ട് ചെയ്ത് നോക്കി. 1 2 3 4 5 അല്ലേ? അപ്പോൾ കാറിൻ്റെ ബോക്സിൽ 5 എന്ന് എഴുതാം. അടുത്തത് ബോൾ എത്ര ഉണ്ട്? 1 2 3, ഓൺലി 3. അപ്പോൾ ബോളിൻ്റെ ബോക്സിൽ 3 എന്ന് എഴുതാം. അടുത്തത് ബാറ്റ് എത്ര ഉണ്ട്? 1 2 3 4, ഓൺലി 4.
അപ്പോൾ 4 എന്ന് എഴുതാം. ടെഡി ബെയർ തന്നെ ഉണ്ട്, എണ്ണി നോക്ക്. 1 2 3 4. ടെഡി ബെയറും 4 ആണ്, അപ്പോൾ അതും 4 എന്ന് എഴുതുക. അടുത്തതോ ഫ്ലവർ. പൂവ് എത്ര ഉണ്ട് നോക്കി. പൂവ് എത്ര ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട് അല്ലേ. അടുത്ത കുറച്ച് ചോദ്യങ്ങൾ മാഷ് ചോദിക്കും. അതായത് മക്കളെ, താഴെ പറയുന്നവ ശരിയാണെങ്കിൽ ശരി എന്നിടാം, തെറ്റാണെങ്കിൽ തെറ്റിടുക. പുട്ട് കറക്റ്റ് ഇഫ് കറക്റ്റ് ആൻഡ് റോങ് ഇഫ് റോങ്. ശരിയാണെങ്കിൽ ശരി എന്നിടുക, തെറ്റാണെങ്കിൽ തെറ്റിന്നിടാം കേട്ടോ. നമുക്ക് അപ്പം മാഷ് വായിച്ചു തരാം. അപ്പോൾ അത് ശരിയാണെങ്കിൽ നിങ്ങൾ ശരിയിടണം, അല്ലെങ്കിൽ തെറ്റാണെങ്കിലോ തെറ്റിടാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദർ ആർ മോർ ബാറ്റ്സ് ദാൻ ബോൾസ്. പന്തിനേക്കാൾ കൂടുതലാണ് ബാറ്റ്. പന്തിനേക്കാൾ കൂടുതലാണ് ബാറ്റ് ആണോ? പന്ത് എത്ര ഉണ്ട്? 4 ആണോ? 4 ആണോ പന്ത്? അല്ല. പന്ത് എത്ര ഉണ്ട്? 3. ബാറ്റോ? 4. അപ്പോൾ ശരിയല്ലേ? പന്തിനേക്കാൾ കൂടുതലാണ് ബാറ്റ് അല്ലേ? പന്തിനേക്കാൾ കൂടുതലല്ലേ ബാറ്റ്? അപ്പോൾ അത് ശരിയാണ്. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ ശരിയിടും കേട്ടോ. ശരിയിടാം. രണ്ടാമത്തെ, ദർ ആർ ലെസ് ഫ്ലവേഴ്സ് ദാൻ ബിയേഴ്സ്. അതായത് കരടിയേക്കാൾ കുറവാണ് പൂവ്. കരടിയേക്കാൾ കുറവാണ് പൂവ്. കരടിയാണോ പൂവാണോ കൂടുതൽ? പൂവല്ലേ കൂടുതൽ. അപ്പോൾ കരടിനേക്കാൾ കുറവാണോ പൂവ്? അല്ലല്ലോ. അപ്പോൾ ആൻസർ റോങ് ആണ്. അപ്പോൾ അവിടെ റോങ് ഇടുക, തെറ്റിടുക. ദെൻ മൂന്നാമത്തെ, നമ്പർ ഓഫ് ബിയേഴ്സ് ആൻഡ് കാർസ് ഈസ് ദ സെയിം. കാറിൻ്റെയും കരടിയുടെയും എണ്ണം തുല്യമാണ്. കാർ എത്ര ഉണ്ട്? 1 2 3 4. കാർ എത്ര ഉണ്ട്? കാർ 5 ഉണ്ട് അല്ലേ? 1 2 3 4 5. കാർ 5 ഉണ്ട്. പിന്നെ കരടിയോ? ബിയർ എത്ര ഉണ്ട്? ടെഡി ബിയർ 4. അപ്പോൾ സെയിം ആണോ? അല്ല. അപ്പോൾ അതും തെറ്റാണ്, റോങ് ഇടാം. ദെൻ ലാസ്റ്റ് വൺ, ദർ ആർ നോ ടോയ്സ് ഓഫ് ദ സെയിം നമ്പർ. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഇല്ല. ഒരേ എണ്ണമുള്ള കളിപ്പാട്ടങ്ങൾ ഇല്ലേ? ഉണ്ട് അല്ലേ? ഏതൊക്കെയാ? ബാറ്റും ഉണ്ട്, ടെഡി ബിയറും ഉണ്ട് അല്ലേ? അപ്പോൾ അതും റോങ് ആണ്, അതും റോങ് ഇടാം കേട്ടോ. അടുത്തിലേക്ക് പോവാം. അടുത്തിലേക്ക് പോവാം. അടുത്ത് നോക്കി, സ്റ്റേജ് അല്ലേ? അവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, നോക്കാം അല്ലേ? നോക്കാം. കൗണ്ട് ദ ഷേപ്സ് ഇൻ ദ പിക്ചർ, സെയിം കളർ ടു സെയിം ഷേപ്പ്. ചിത്രത്തിൽ കാണുന്ന രൂപങ്ങൾക്ക് നിറം കൊടുക്കൂ. ചിത്രത്തിൽ കാണുന്ന ഷേപ്സിനൊക്കെ നിറം കൊടുക്കാനാണ് മക്കളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരേപോലുള്ള രൂപത്തിന് ഒരേ കളറാവണം. ഒരേപോലുള്ള ഷേപ്പിന്, അതായത് ഇപ്പോൾ വട്ടുണ്ട് അല്ലേ? സർക്കിൾ ഉണ്ട്. ഇപ്പോൾ സർക്കിൾ കുറേ ഉണ്ട് അല്ലേ? അപ്പോൾ ആ സർക്കിളിന് ഇപ്പോൾ ഒരു സർക്കിളിന് നമ്മൾ റെഡ് കൊടുത്തു, അപ്പോൾ എല്ലാ സർക്കിളിനും റെഡ് കൊടുക്കുക. ഒരു ട്രയാങ്കിളിന് നമ്മൾ യെല്ലോ കൊടുത്തു, അപ്പോൾ എല്ലാ ട്രയാങ്കിളിനും നമ്മൾ യെല്ലോ കൊടുക്കുക. റെക്റ്റാങ്കിളിന് നമ്മൾ ബ്ലൂ കൊടുത്തു, അപ്പോൾ എല്ലാ റെക്റ്റാങ്കിളിനും നമ്മൾ ബ്ലൂ കൊടുക്കുക. അതേപോലെ ചെയ്യണം കേട്ടോ. സിമ്പിളല്ലേ? അപ്പോൾ അടിപൊളിയായിട്ട് കളർ കൊടുക്കുക കേട്ടോ. അടിപൊളിയായിട്ട് ചെയ്യണം. എന്നിട്ടോ അടുത്ത് നോക്കാം. അടുത്തിലേക്ക് പോവാം. കൗണ്ട് ആൻഡ് റൈറ്റ്. കൗണ്ട് ആൻഡ് റൈറ്റ് എന്നാണ് പറഞ്ഞത്. അതായത് നിങ്ങളോട് എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എണ്ണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓരോ ഷേപ്സും എണ്ണി നോക്കിയിട്ട് എത്ര ഉണ്ട് എന്ന് എഴുതാം. ഫസ്റ്റ് ഷേപ്പ് നോക്കി. ഫസ്റ്റ് ഷേപ്പ് എത്ര ഉണ്ട് എണ്ണി നോക്കി. 1 2 3 4 5. 5 ഉണ്ട് അല്ലേ? അപ്പോൾ 5 എന്ന് എഴുതാം. രണ്ടാമത്തെ ഷേപ്പ് എത്ര ഉണ്ട്? 1 2 3 4 അല്ലേ? 4 ഉണ്ട്. അപ്പോൾ 4 എന്ന് എഴുതാം. മൂന്നാമത്തെ സർക്കിൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 ഉണ്ട്. അപ്പോൾ 6 എന്ന് എഴുതാം. അടുത്ത റെക്റ്റാങ്കിൾ എത്ര ഉണ്ട്? 1 2 3, ഓൺലി 3. അപ്പോൾ അവിടെ 3 എന്ന് എഴുതാം. എന്ത് ഈസിയല്ലേ? എഴുതാം. എഴുതിയാ? നോക്കാം നമുക്ക് മക്കളെ. സീ ദ ഫ്ലവേഴ്സ് അല്ലേ? നോക്കാം. പൂക്കൾ നോക്കാനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സീ ദ പിക്ചർ ഡ്രോൺ അറൗണ്ട് ദ വിൻഡോ ഓഫ് അമൃത്സ് ക്ലാസ് റൂം. ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. അതായത് അമൃത്സിൻ്റെ ക്ലാസ് മുറിയിലെ ജനാലയ്ക്ക് ചുറ്റും വരച്ചിട്ടുള്ള ചിത്രം നോക്കൂ. എന്നിട്ടോ
എണ്ണം എഴുതൂ. അവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്, അതും ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. യെല്ലോ കളറിലുണ്ട്, പിന്നെ റെഡ് കളറിലുണ്ട്, വയലറ്റിലുണ്ട്, അങ്ങനെ കുറേ കളറിലുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കളറുള്ള ഫ്ലവേഴ്സ് എണ്ണി നോക്കിയിട്ട് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ്. സിമ്പിളല്ലേ. ആദ്യത്തെ ഫ്ലവർ നോക്കി, റെഡ് കളറുള്ള ഫ്ലവർ എത്ര ഉണ്ട് കൗണ്ട് ചെയ്ത് നോക്കി. ഇനി നോക്കി, 1 2 3 4 5 6 7 8 ഉണ്ട് അല്ലേ. അപ്പോൾ റെഡ് ഫ്ലവർ 8 എണ്ണം, 8. അടുത്തത് ബ്ലൂ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8. ബ്ലൂവും 8 ഉണ്ട് അല്ലേ. അപ്പോൾ ബ്ലൂ 8. ദെൻ യെല്ലോ ഫ്ലവർ എത്ര ഉണ്ട് കൗണ്ട് ചെയ്ത് നോക്കി. 1 2 3 4 5 6 6 ഉണ്ട് അല്ലേ. അപ്പോൾ 6. ദെൻ വയലറ്റ് ഫ്ലവർ എത്ര ഉണ്ട് നോക്കി. 1 2 3 4 5 5 ഉണ്ട് അല്ലേ. അപ്പോൾ 5. അടുത്തത് നിങ്ങളോട് ചോദിക്കുകയാണ്, നമ്പർ ഓഫ് ഫ്ലവേഴ്സ് വിത്ത് 5 പെറ്റൽസ്, അതായത് 5 ഇതളുള്ള പൂക്കൾ എത്ര എണ്ണം ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 എണ്ണമുള്ള പൂക്കൾ എത്ര എണ്ണം ഉണ്ട്? 5 ഇതളുള്ള പൂ ഇതിൽ ഏതാ നോക്കി. 5 ഇതളുള്ള ഈ വയലറ്റ് പൂവല്ലേ, വയലറ്റ് അല്ല അല്ലേ, ബ്ലൂ ആണ്. 1 2 3 4 5 1 2 3 4 5 അല്ലേ. 5 ഇതളുള്ള പൂവ് ഏതാ? ഈ ബ്ലൂ കളറുള്ള പൂവാണ് അല്ലേ. എത്ര ഉണ്ട് എണ്ണി നോക്കി. ബ്ലൂ കളറുള്ള പൂവ് എത്ര ഉണ്ട്? 8. അപ്പോൾ അവിടെ 8 എന്ന് എഴുതാം കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റിന്, ഫ്ലവേഴ്സ് ഓഫ് വിച്ച് കളർ ആർ മോർ ഇൻ നമ്പർ, ഏത് നിറത്തിലുള്ള പൂവാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്? ഏതൊക്കെ ഉണ്ട്? 2 പൂക്കളുണ്ട് അല്ലേ. ഏതൊക്കെയാ? റെഡ് ആൻഡ് ബ്ലൂ. അപ്പോൾ ബോക്സിൽ നമ്മൾ റെഡ് ബ്ലൂ എന്ന് എഴുതണം കേട്ടോ. റെഡ് ബ്ലൂ. ദെൻ റൈറ്റ് ദ കളേഴ്സ് ഓഫ് ദ ഫ്ലവേഴ്സ് ഓഫ് ദ സെയിം നമ്പർ, അതായത് തുല്യ എണ്ണം വരുന്ന പൂവുകളുടെ നിറം ഏതൊക്കെ? ഒരേ എണ്ണം വരുന്ന പൂവുകളുടെ നിറം ഏതൊക്കെയാ? ഒരേ എണ്ണം ഉണ്ടോ? ഏതൊക്കെയാ? അതും റെഡും ബ്ലൂ തന്നെയാണ് അല്ലേ. അപ്പോൾ റെഡ് ആൻഡ് ബ്ലൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ഓൾ, അതായത് ഈ ചിത്രത്തിൽ ടോട്ടലായിട്ട് ചിത്രത്തിൽ എത്ര പൂക്കളുണ്ട്? ഈ ചിത്രത്തിൽ ടോട്ടൽ എത്ര പൂക്കളുണ്ട് നമ്മൾ കൗണ്ട് ചെയ്തിട്ട് എഴുതുക. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി കൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. റെഡ് 8, ബ്ലൂ 8, യെല്ലോ 6, വയലറ്റ് 5. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി നോക്കിയാൽ നമുക്ക് ഉത്തരം കിട്ടും. കൂട്ടി നോക്കി, 8ഉം 8ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 16 കിട്ടും അല്ലേ. 8 + 8 = എത്ര കിട്ടും? 16 കിട്ടും. 16 + 6 എത്ര? 16 + 6 എത്രയാ? എത്രയാ? 22 കിട്ടും അല്ലേ. 16 + 6 നമുക്ക് 22 കിട്ടും. പിന്നെ 22 + 5 എത്രയാ? 5ഉം 2ഉം 7, ഈ 2 ഇറക്കി ഇട്ട് കഴിഞ്ഞാൽ എത്രയാവും? 27. അപ്പോൾ നമുക്ക് ആൻസർ എത്രയാ? 27. അപ്പോൾ ടോട്ടൽ നമുക്ക് 27 ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമുക്ക് 27 പൂക്കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ആൻസർ ഈസ് 27 എഴുതിയില്ലേ. അപ്പോൾ ഇത്ര ഉള്ളൂ ടെക്സ്റ്റ് ബുക്കിൽ കേട്ടോ. ഇനി നമ്മൾ നേരെ വർക്ക് ബുക്കിലേക്ക് പോവുകയാണ്. വർക്ക് ബുക്കിലും ഇതിലേറെ സിമ്പിളാണ് കേട്ടോ. സിമ്പിളല്ലേ ഈ പാഠം? മക്കളെ റെഡി അല്ലേ? നേരത്തെ അതേ പിക്ചറിനല്ലേ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട സെയിം പിക്ചറിനെ നമ്മുടെ ഈ വർക്ക് ബുക്കിലും ഉണ്ടല്ലേ. നമ്മുടെ പ്രൈമറി സ്കൂളിൽ പോയിട്ട് നമ്മൾ കുട്ടികൾ ആ ഷെൽഫിൽ ടോയ്സൊക്കെ നോക്കിയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ടോയ് ഈസ് ദ മോർ ഇൻ നമ്പർ ദാൻ അതേഴ്സ്? വിച്ച് ടോയ് ഈസ് ദ മോർ ഇൻ നമ്പർ ദാൻ ദ അതേഴ്സ്, അതായത് ഇതിൽ മറ്റ് ടോയ്കളെ വെച്ച് നോക്കുമ്പോൾ ഏത് ടോയിയാണ് ഏറ്റവും കൂടുതലുള്ളത്? ഏത് ടോയിയാണ് ഏറ്റവും കൂടുതലുള്ളത്? അതായത് ഏറ്റവും കൂടുതലുള്ളത് ഏത് കളിപ്പാട്ടമാണ്
ഹൗ മെനി എത്ര എണ്ണം. ഏറ്റവും കൂടുതലുള്ള ടോയ് ഇതിലേതാ? നമ്മൾ നേരത്തെ എഴുതിയതല്ലേ, ഏതാ? ഫ്ലവർ ആണ് അല്ലേ. അപ്പോൾ വലിയ ബോക്സിൽ നമ്മൾ ഫ്ലവർ എന്ന് എഴുതുക കേട്ടോ. ഫ്ലവറിൻ്റെ സ്പെല്ലിംഗ് എന്താ? FLOWER. ഹൗ മെനി എത്ര ഉണ്ട് ഫ്ലവർ? എത്ര ഉണ്ട്? 1 2 3 4 5 6 അല്ലേ. അപ്പോൾ അവിടെ 6 എന്ന് എഴുതാം. ഇനി നമ്മൾ നേരെ അടുത്ത പേജിലേക്ക് പോവാണ് കേട്ടോ. There are 10 earkils in one bundle. Write the number of earkils in each row. അല്ലേ, ഈർക്കിൾസ് എന്നാണ് നമ്മുടെ ഹെഡിങ് അല്ലേ. അപ്പോൾ എന്താണ്? ഈർക്കിൾ കെട്ടുകൾ കണ്ടല്ലോ. ഓരോ കെട്ടിലും 10 എണ്ണമാണുള്ളത്. ഓരോ കെട്ടിൽ എത്ര ഉണ്ട്? 10 എണ്ണമാണുള്ളത്. ഓരോ വരിയിലും എത്ര ഈർക്കിളുകൾ എണ്ണി എഴുതാമോ? അപ്പോൾ 10 എണ്ണത്തിൻ്റെ ഒരു കെട്ടാണ് അല്ലേ ഉള്ളത്. അപ്പോൾ നമ്മൾ കൗണ്ട് ചെയ്തിട്ട് എഴുതണം. ആദ്യത്തെ നോക്കി, ആദ്യത്തെ ഇതിൽ ബോക്സിൽ ആദ്യത്തെ നോക്കി എത്ര ഉണ്ട്? 10ൻ്റെ എത്ര കെട്ടുകളുണ്ട്? 10ൻ്റെ എത്ര കെട്ടുകളുണ്ട്? ഒരു കെട്ടിൽ 10 എണ്ണം കേട്ടോ. അങ്ങനെ എത്ര കെട്ടുകളുണ്ട് എണ്ണി നോക്കി. 1 2 3 4 5 6 7 കെട്ടുകളുണ്ട് അല്ലേ. അപ്പോൾ 7 ടെൻസ് കൂട്ടിയാൽ എത്രയാവും? 10 20 30 40 50 60 70 അല്ലേ. 10 20 30 40 50 60 70. അപ്പോൾ 70 എണ്ണം ഉണ്ട്. അപ്പോൾ അവിടെ ആ ബോക്സിൽ 70 എന്ന് എഴുതാം കേട്ടോ. 70 70. അടുത്തതോ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9. 10ൻ്റെ 9 ബണ്ടിൽസ് ഉണ്ട്. 9 ബണ്ടിൽസ്. അപ്പോൾ എത്രയാ? 10 20 30 40 50 60 70 80 90. അപ്പോൾ അവിടെ 90 എന്ന് എഴുതാം. 90. അടുത്തതോ? അടുത്ത എത്ര ഉണ്ട്? മക്കൾ എഴുത്. മാഷ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, മക്കൾ എഴുതിക്കോ. എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10. 10ൻ്റെ 10 ബണ്ടിലുകളുണ്ട് അല്ലേ. അപ്പോൾ എത്രയാ? 10 20 30 40 50 60 70 80 90 100. 100 എണ്ണം ഉണ്ട്. അപ്പോൾ 100 എഴുതാം. അടുത്തതോ? അടുത്ത എത്ര ഉണ്ട്? 1 2 3 4 5. 5 എണ്ണം ഉണ്ട്. അപ്പോൾ 5 കെട്ടുകൾ. 10 20 30 40 50. അപ്പോൾ അവിടെ 50 എഴുതാം. അടുത്തതോ? 8 കെട്ടുകളുണ്ട് അല്ലേ. 8 ആകുമ്പോൾ എത്രയാ? 80 80 എഴുതാം. എഴുതിയോ? അടുത്തിലേക്ക് പോവാം, നോക്കാം. വിച്ച് റോ ഹാസ് ദ മോർ നമ്പർ ഓഫ് ഈർക്കിൾസ്? കളർ ദാറ്റ് നൗ. അതായത് ഏറ്റവും കൂടുതൽ എണ്ണം ഏതാണ്? ഏറ്റവും കൂടുതൽ എണ്ണമുള്ള കെട്ട്, ഏറ്റവും ബണ്ടിൽ ഇതിലേതാണ്? ഏതാ? എത്രാമത്തെ റോയാ? എത്രാമത്തെ വരിയിലാണ് ഏറ്റവും കൂടുതലുള്ളത്? യെസ്, 3ാമത്തെ വരിയിലാണ് അല്ലേ. അപ്പം നമ്മൾ അവിടെ 3rd റോ എന്ന് എഴുതണം കേട്ടോ. 3rd റോ. അവിടെ 3rd റോ എന്ന് എഴുതണം. എന്നിട്ടോ ആ റോക്ക്, ആ 100 എന്ന് എഴുതിയ വരിക്ക് നമ്മൾ എന്ത് ചെയ്യണം? കളറും കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം കേട്ടോ. കളറും കൊടുത്തോളൂ കേട്ടോ. എന്ത് സിമ്പിളാണല്ലേ. അടുത്ത് നോക്കി. റൈറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ എണ്ണം കണ്ടുപിടിച്ച് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈറ്റ് ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ യുവർ സ്കൂൾ. നമ്മുടെ സ്കൂളിലെ ഓരോ ക്ലാസ്സിലും കുറേ ക്ലാസ് അവിടെ തന്നിട്ടുണ്ട്. എന്താ? 1A 2A 3A 4A അല്ലേ. ഈ ക്ലാസ്സുകളിലൊക്കെ എത്ര കുട്ടികളുണ്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ക്ലാസ്സിൽ വന്നിട്ട് നോക്കട്ടെ. നമുക്ക് നാളെ സ്കൂളിലെത്തിയിട്ട് നമുക്ക് ഓരോ ക്ലാസ്സിലും പോയിട്ട് ചോദിക്കാം. 1A എത്ര കുട്ടികളുണ്ട്, 2A എത്ര കുട്ടികളുണ്ട്, 3A എത്ര കുട്ടികളുണ്ട്, 4A എത്ര കുട്ടികളുണ്ട് നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് എഴുതാം. അത് എഴുതിയതിന് ശേഷം നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്യാം കേട്ടോ. അത് നമുക്ക് സ്കൂളിൽ നിന്ന് ചെയ്യാം. പോട്ടെ, ആ മാറ്റി സ്കൂളിലെത്തിയിട്ട് നമുക്ക് തന്നെ പോയി നോക്കാം. ഓരോ ക്ലാസ്സിൽ നമുക്ക് പോയിട്ട് നമുക്ക് ചോദിക്കാം കേട്ടോ. നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് എഴുതാം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് എഴുതണം? വിച്ച് ക്ലാസ് ഹാസ് ദ മോർ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഏത് ക്ലാസ്സിലാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെന്ന് നമുക്ക് നോക്കിയിട്ട് എഴുതണം. പിന്നെ വിച്ച് ക്ലാസ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഏറ്റവും കുറവ് കുട്ടികളുള്ള ക്ലാസ് ഏതാണെന്നും നമുക്ക് എഴുതണം. അത് നമുക്ക് സ്കൂളിലെത്തിയിട്ട് എഴുതാം. ഓക്കെ, അടുത്ത് നോക്കാം. ആർട്ട് ഫെസ്റ്റിവൽ ഇൻ ദ ഫോറസ്റ്റ്.
കാട്ടിലെ കലോത്സവത്തിന് എത്തിയ ആൾക്കാരാണ് കേട്ടോ. കാട്ടിലെ കലോത്സവമാണ്. കാട്ടിലെ കലോത്സവത്തിന് കുറേ പേര് വന്നിട്ടുണ്ട്. നമ്മുടെ സ്കൂളിലെ കലോത്സവത്തിന് നമ്മളെല്ലാവരും വരൂലേ? നമ്മൾ വരും, നമ്മുടെ രക്ഷിതാക്കൾ വരും, നമ്മളെ പിമ്മയൊക്കെ വരും അല്ലേ, നമ്മളെ മമ്മ വരും, പപ്പൊക്കെ വരും നമ്മളെ പരിപാടി കാണാൻ. അതേപോലെ കാട്ടിൽ ഇതേപോലെ ഒരു കലോത്സവം നടക്കുകയാണ്. അപ്പോൾ കാട്ടിലെ കലോത്സവം കാണാൻ വേണ്ടി ഒരുപാട് പേരെത്തിയിട്ടുണ്ട് അല്ലേ. ബേർഡ്സ് ഉണ്ട്, മങ്കി ഉണ്ട്, ജിറാഫ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, സ്ക്വിരൽ ഉണ്ട്, എലഫൻ്റ് ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട് അല്ലേ, കുറേ പേരുണ്ട്. പിന്നെ വേറെ ആരൊക്കെ ഉള്ളത്? ടോർട്ടോയ്സ് ഉണ്ട് അല്ലേ, റാബിറ്റ് ഉണ്ട്, കുറേ പേരുണ്ട്. അപ്പോൾ കുറേ പേര് ഈ കലോത്സവം കാട്ടിലെ കലോത്സവം കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ നോക്കാം. ബേർഡ്സ് ഫസ്റ്റത്തേതിൽ ബേർഡ്സ് എത്ര ഉണ്ട് കൗണ്ട് ചെയ്ത് നോക്കി. എത്ര ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ ബേർഡ്സിൻ്റെ അവിടെ 6 എഴുതണം. മങ്കി കുരങ്ങന്മാർ എത്ര ഉണ്ട്? 1 2 3. ഓൺലി 3 ഉള്ളൂ അല്ലേ. അപ്പോൾ അവിടെ 3 എന്ന് എഴുതണം. മങ്കിൻ്റെ അവിടെ 3. ജിറാഫ് എത്ര ഉണ്ട്? ജിറാഫ് ആകെ 1 ഉള്ളൂ. അപ്പോൾ ജിറാഫിൻ്റെ അവിടെ 1 എന്ന് എഴുതണം. റാബിറ്റ് മുയൽ എത്ര ഉണ്ട്? 1 2 3 4 5. അപ്പോൾ റാബിറ്റ് 5 ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ 5 എന്ന് എഴുതണം. സ്ക്വിരൽ എന്ന് പറഞ്ഞാൽ എന്താ? പഠിച്ചതല്ലേ. എന്താ സ്ക്വിരൽ എന്ന് പറഞ്ഞാൽ? അണ്ണാൻ എത്ര ഉണ്ട്? 1 2 3 4 ഉണ്ട് അല്ലേ. അപ്പം 4 ഉണ്ട്. അടുത്തത് എലഫൻറ്റ് എത്ര ഉണ്ട്? ആന എത്ര ഉണ്ട്? ഓൺലി 2. അപ്പോൾ 2 എന്ന് എഴുതണം കേട്ടോ. എലഫൻ്റ് അവിടെ 2. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, വിച്ച് ഗ്രൂപ്പ് ഹാസ് ദ ലാർജസ്റ്റ് നമ്പർ? ആരുടെ കൂട്ടത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പേര് വന്നത്? ഏറ്റവും കൂടുതൽ ഇതിൽ ആരാളുള്ളത്? ബേർഡ്സ് അല്ലേ. അപ്പോൾ ആ ബോക്സിൽ നമ്മൾ ബേർഡ്സ് എഴുതണം. ബേർഡ്സിൻ്റെ സ്പെല്ലിംഗ് എന്താ? BIRDS. ബേർഡ്സ് എഴുതണം. വിച്ച് ഹാസ് ദ ലീസ്റ്റ്? ഏറ്റവും കുറവേതാ? ആരാ? ജിറാഫ്. അപ്പോൾ അവിടെ നമ്മൾ ജിറാഫ് എന്ന് എഴുതണം. ഹൗ മെനി? ജിറാഫ് എത്ര ഉണ്ട്? ആകെ 1 ഉള്ളൂ. അപ്പോൾ അവിടെ 1 എന്ന് എഴുതുക. ഹൗ മെനി എന്നുള്ളടത്ത് 1. വിച്ച് ഗ്രൂപ്പ്സ് ഹാവ് ദ സെയിം നമ്പർ? ഒരേ നമ്പറുള്ള ആൾക്കാർ എത്ര ഉണ്ട്? ഒരേ എണ്ണം വന്നവർ ആരൊക്കെ? കുറേ പേരുണ്ട് അല്ലേ. എലഫൻ്റ് ഉണ്ട്, സീബ്ര. എലഫൻ്റ് എത്ര ഉണ്ട്? 2. സീബ്ര 2. അപ്പോൾ നമുക്ക് എലഫൻ്റ് സീബ്ര എന്ന് എഴുതാം. ടോർട്ടോയ്സ് എഴുതാം അല്ലേ. ടോർട്ടോയ്സ് എത്ര ഉണ്ട്? ആമ എത്ര ഉണ്ട്? 2. അത് എഴുതാം. ജിറാഫ് ഫ്രോഗ് എഴുതാം. ജിറാഫ് 1. ഫ്രോഗ് എത്ര ഉണ്ട്? 1. അതൊക്കെ എഴുതാം കേട്ടോ. അതിൽ ഇഷ്ടമുള്ള ഏതെങ്കിലും എഴുതിക്കോ കേട്ടോ. ഇഷ്ടമുള്ള ഏതും എഴുതാം. ഓക്കെ. ഇനിയോ അടുത്ത പേജിലേക്ക് പോവാം. ടോയ്സ് കളിപ്പാട്ടങ്ങൾ. അറേഞ്ച് ദ സ്കാറ്റേർഡ് ടോയ്സ്. സ്കാറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ചിതറിക്കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അറേഞ്ച് ദ സ്കാറ്റേർഡ് ടോയ്സ്. ചിതറിക്കിടക്കുന്നവ അടുക്കി വെക്കൂ. അറേഞ്ച് നിങ്ങളോട് അടുക്കി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, മാഷിനോടല്ല, നിങ്ങളോട്. അപ്പോൾ ആ പിക്ചറിൽ കുറേ ടോയ്സ് ഉണ്ട്, പക്ഷേ ആ ഓർഡറിലല്ല അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ പെൻസിലിൻ്റെ ചിത്രം വരയ്ക്കുക. ഓരോ പെൻസിലിൻ്റെ എത്ര പെൻസിലുണ്ട്? 1 2 3 4 5 6 7 പെൻസിലുണ്ട്. അപ്പോൾ 7 പെൻസിൽ വരയ്ക്കുക. എന്നിട്ട് അവിടെ 7 എന്ന് എഴുതുക. അടുത്തതോ ടെഡി ബിയർ എത്ര ഉണ്ട്? 1 2 3 4. ടെഡി ബിയർ എന്ന് എഴുതിയിട്ട് 4 എന്ന് എഴുതുക. അടുത്തതോ കാർ എത്ര ഉണ്ട്? 1 2 ഉള്ളൂ അല്ലേ. അപ്പോൾ കാർ എന്ന് എഴുതിയിട്ട് അവിടെ 2 എന്ന് എഴുതുക. അടുത്തതോ ബാൾ എത്ര ഉണ്ട്? ബാൾ എത്ര ഉണ്ട്? 1 2 3. ബോൾ വരച്ചിട്ട് 3 എന്ന് എഴുതുക. അടുത്തതോ ഡക്ക് എത്ര ഉണ്ട്? 1 2. ഓൺലി 2 ഉള്ളൂ അല്ലേ. അപ്പോൾ ഡക്കിന് ഇത്ര വരച്ചിട്ട് അവിടെ 2 എന്ന് എഴുതുക. സിമ്പിളല്ലേ? യെസ്. അത് ചോദിക്കണം നിങ്ങളോട്, വിച്ച് ടോയ് ഈസ് മോർ ഇൻ നമ്പർ? ഏതാണ് എണ്ണത്തിൽ കൂടുതൽ? ഏറ്റവും കൂടുതലുള്ള ഏതാ? പെൻസിലല്ലേ. അപ്പോൾ അവിടെ പെൻസിൽ എന്ന് എഴുതുക. വിച്ച് ടോയ്സ് ആർ ദ ഈക്വൽ നമ്പർ?
ഒരേ എണ്ണം വരുന്നത് ഏതൊക്കെയാ ആ ഡക്കും കാറും അല്ലേ. അപ്പോൾ അവിടെ ഡക്ക് കാർ എന്ന് എഴുതുക. ഇതോടുകൂടി നമ്മുടെ മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. സിമ്പിളല്ലേ? അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഈ മാഷിന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ചെയ്തിട്ട് മാഷെ വന്ന് കാണിച്ചു തരണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മാഷോട് ചോദിക്കാൻ മടിക്കരുത്. മാഷോട് ചോദിക്കണം കേട്ടോ. ഓക്കെ, ബൈ.